അധ്യാപികമാർ പിടിയിലായ വടകര MDMA കേസിൽ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി SIT. വലിയ തുകകൾ അയച്ചവരെയും പണം പിൻവലിച്ചവരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അധ്യാപകർ പിടിയിലായ ശേഷം ബംഗളൂരുവിൽ നിന്നും പണം പിൻവലിച്ചതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വടകര MDMA കേസിൽ അതിവേഗമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ തെളിവുകളാണ് ശേഖരിച്ചതെങ്കിൽ നിലവിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. പ്രതികളായ കാവ്യ, കീർത്തന, നീഷ്മ എന്നിവരുടെ അക്കൗണ്ടുകളിലേക്കായി ആകെ എത്തിയത് 40 ലക്ഷത്തിലേറെ രൂപയാണ്. കീർത്തനയ്ക്കും കാവ്യയ്ക്കും 1000 മുതൽ 50,000 രൂപ വരെ ഗൂഗിൾ പേ വഴി ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ അക്കൗണ്ടുകളിലേക്കും 500 മുതൽ 700 വരെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇവ വിശദമായി SIT പരിശോധിക്കുകയാണ്. ഒപ്പം ലക്ഷങ്ങൾ ATM ഉപയോഗിച്ച് പിൻവലിച്ചതായും കണ്ടെത്തി. പ്രതികൾ പിടിയിലായതിനു ശേഷം ബാംഗ്ലൂരിൽ നിന്നാണ് കൂടുതലായും പിൻവലിച്ചത്. കേസിലെ പ്രധാന സൂത്രധാരനായ ഷിൻഡോ ഷിബു ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇയാളുടെ നിർദ്ദേശപ്രകാരം സംഘത്തിലെ അംഗങ്ങളാകാം പിൻവലിച്ചതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ബാംഗ്ലൂരിൽ നിന്നാണ് ലഹരി വടകരയിലേക്ക് എത്തിച്ചതെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ വിവരം കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടെ അധ്യാപകരുടെ വിദേശയാത്ര സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.